ഹരി അവരുടെ അടുത്തേക്ക് വന്നു. കൂടെ 50-55 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും. അമ്മ, ഇതാണ് ഡോക്ടർ കാർത്തിക. ഹരി അവരുടെ അടുത്തേക്ക് എത്തിയതും അമ്മക്ക് കാർത്തുവിനെ കാണിച്ചു കൊടുത്തു. ആണോ, നല്ല സുന്ദരി മോളാണല്ലോ. അവർ കാർത്തുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോള് ഹോസ്പിറ്റൽ വന്നത് മുതൽ മോളെക്കുറിച്ച് പറയാനേ നേരമുള്ളൂ ഇവൻക്ക്. ഇത് കേട്ടതും പാറുവിൻ്റെ കണ്ണ് പോയത് ധ്രുവിലേക്കാണ്. ആളുടെ മുഖം മാറുന്നുണ്ടോ എന്ന് പാറുവിനൊരു ഡൗട്ട്. എനിക്കൊരു വായാടി കൂടപ്പിറപ്പിനെ കിട്ടിയെന്ന് ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ഏതായാലും ദൈവത്തിൻ്റെ ഓരോ കുസൃതികൾ അവിടുത്തെ തിരുനടയിൽ വെച്ച് തന്നെ കാണാൻ പറ്റിയല്ലോ. അയ്യോ, മോളെ കണ്ടപ്പോൾ വേറെ ആരോടും ശ്രദ്ധിച്ചില്ല. ഇച്ചുട്ടാ, അച്ചമ്മയുടെ കുട്ടാ വാ. അവർ ഇച്ചുട്ടനെ വളരെ കാലത്തെ പരിചയമുള്ള പോലെ കൊഞ്ചിച്ചു. അവൻ നാണം വരുന്നുണ്ടായിരുന്നു. മോൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞു വന്നതും ഇവന് ഇച്ചുട്ടനെ കുറിച്ചേ പറയാനുള്ളൂ. നമ്മുടെ വാവ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ പ്രായം ആയി കാണും അല്ലേ മോനെ? അവർ ഹരിയെ നോക്കി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ അമ്മയ്ക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കണ്ടല്ലോ, ആ ഹോട്ടലിൽ കയറാം. അവസരത്തിനൊത്ത് ധ്രുവ് വേഗം പറഞ്ഞു. പാറുമോള് എന്താ ഒന്നും മിണ്ടാത്തെ? ഹരിയുടെ അമ്മ പാറുവിനെ നോക്കി ചോദിച്ചു. അമ്മയ്ക്ക് എല്ലാവരെയും അറിയോ? കാർത്തു ആശ്ചര്യത്തോടെ ചോദിച്ചു. ഹോസ്പിറ്റലിലുള്ള മിക്കവാറും എല്ലാവരെയും എനിക്ക് അറിയുന്നുണ്ടാകും. ചെറിയ മക്കൾ സ്കൂളിൽ പോയാൽ തിരിച്ചു വരുന്നത് നോക്കി അമ്മമാരിരിക്കില്ലേ, അതുപോലെയാ എൻ്റെ അവസ്ഥ. ഇവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വരുമെന്ന് നോക്കിയിരിക്കും. വന്നാൽ പിന്നെ ഇവൻ്റെ പിന്നാലെ നടന്ന് അന്നെന്നുള്ളത് ചോദിക്കും. പിന്നെ എത്രയെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും സംസാരിച്ചിരിക്കാം. പിന്നെ ഇവൻ്റെ പണിയിൽ ഇരിക്കും, ഞാൻ എന്തെങ്കിലും വായിച്ചും ഇരിക്കും. പെട്ടെന്നാണ് ഇച്ചൂട്ടൻ പാറുവിൻ്റെ മടിയിൽ നിന്നും ഇറങ്ങി ഹരിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ധ്രുവുമായി സംസാരിച്ചിരിക്കുകയാണ്. ഹരി ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൻ ഹരിയെ ഒന്നുകൂടെ തൊട്ടുരുമി നിന്നു. ഇതെല്ലാം പാറുവും കാർത്തുവും അമ്മയും നോക്കിക്കാണുന്നുണ്ട്. ഹരി പെട്ടെന്നാണ് മോനെ ശ്രദ്ധിച്ചത്. അവൻ വേഗം ഇച്ചൂട്ടനെ എടുത്ത് മടിയിലിരുത്തി. പിന്നെ ഹരിയുടെ മീശയിൽ കളിക്കലും ഫോൺ എടുക്കലും ഒക്കെ അങ്ങനെ തിരിച്ചു വരുവോളം ഹരിയുടെ കൂടെ തന്നെ ആയിരുന്നു അവൻ. അവർ ഫുഡും കഴിച്ച് ഹോട്ടലിൽ നിന്നും ഇറങ്ങി. എന്നാ മക്കളെ, ഞങ്ങൾ പോകട്ടെ. ഒരിക്കൽ എല്ലാവരും കൂടെ വീട്ടിലേക്ക് വരൂ, ഹരിയുടെ അമ്മ അവരോടായി പറഞ്ഞു. അമ്മ, തിരക്കില്ല എങ്കിൽ ഇന്ന് വീട്ടിലേക്ക് വരൂ. ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് വീട്ടിൽ, പാറു പറഞ്ഞു. ഇച്ചൂട്ടാ, നിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞില്ലേ? പിന്നെ ആരുടെയാ? ഹരി ഇച്ചൂട്ടൻ്റെ തലമുടി ഒന്ന് കുടഞ്ഞ് ചോദിച്ചു. ഹരി ഡോക്ടർ, ഇതൊരു സർപ്രൈസ് പാർട്ടിയാണ്. സത്യത്തിൽ ഈ പാർട്ടിയുടെ അവകാശിക്ക് തന്നെ അറിയോ ആവോ അയാളുടെ ബർത്ത്ഡേ ആണെന്ന്. പാറു ചിരിച്ചുകൊണ്ട് ധ്രുവിനെയും കാർത്തുവിനെയും നോക്കി. സർപ്രൈസ് പാർട്ടിയോ? ആണെങ്കിൽ ഞമ്മക്കും കൂടാം അല്ലേ അമ്മ ഈ പാർട്ടി? അതെ അതെ, അമ്മയും അവരുടെ കൂടെ കൂടി. ധ്രുവും കൂട്ടരും വീട്ടിലെത്തിയപ്പോൾ സമയം 1 മണി ആയിരുന്നു. ഹരിയെയും അമ്മയെയും രജനി സ്വീകരിച്ചിരുത്തി. ടേബിളിൽ ഇലയിട്ട് 10 കൂട്ടം വിഭവവും 2 ഐറ്റം പായസവും വിളമ്പി. അപ്പോഴേക്കും യാത്ര ചെയ്തു വന്നവർ ഫ്രഷായി ഡൈനിങ് ഹാളിൽ എത്തിയിരുന്നു. എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. കാർത്തു ഹാളിൽ എത്തിയതും രജനി അവളെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ കുഞ്ഞിന് പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കാർത്തു ആകെ വല്ലാതെ ആയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നല്ല ദിവസമായിട്ട് കരയാണോ എൻ്റെ മോള്? വാ ഇരിക്ക്. അവർ അവളെ ആദ്യം ഇലയ്ക്ക് മുന്നിലിരുത്തി. എല്ലാ വിഭവം കൂട്ടിക്കുഴച്ച് ആദ്യ ഉരുള അവളുടെ വായിൽ വെച്ചു കൊടുത്തു. ഇനി അമ്മയുടെ മോള് കഴിക്ക്. എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ചു. എന്നാൽ കാർത്തുവിന് ഒരു വറ്റ് ഇറങ്ങുന്നില്ല. അവൾ ഇലയിൽ ചിക്കിച്ചികഞ്ഞ് ഇരിക്കുകയാണ്. ധ്രുവിൻ്റെ ശ്രദ്ധ മുഴുവൻ അവളിലാണ്. കാർത്തു! ധ്രുവിൻ്റെ വിളി വന്നതും അവൾ തല ഉയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണും മുഖവും ചുവന്നിരുന്നു. എന്താ കാർത്തു, ഇങ്ങനെ കരയാണോ? ഞങ്ങൾ ഈ സർപ്രൈസ് പ്ലാൻ ചെയ്തത്, ധ്രുവ് മുഖത്ത് ഗൗരവം വരുത്തി ചോദിച്ചു. കാർത്തു വേഗം സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചു. ഇനി കഴിക്ക്, ഇത് കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാനും ഹരി പറഞ്ഞു. സദ്യ കഴിക്കലും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് അവർ എല്ലാവരും ഹാളിൽ ഇരിക്കുകയാണ്. പാറു ഇച്ചൂട്ടനെ ഉറക്കാൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. രജനി, എന്താ നിൻ്റെ അഭിപ്രായം? ഹരിയുടെ അമ്മ രജനിയോടായി ചോദിച്ചു. ചേച്ചി, ഞാൻ എന്താ പറയുക? പാറുമോളോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചതാ. ഹരി നേരിട്ട് അവളോട് സംസാരിക്കട്ടെ, രവി അഭിപ്രായം പറഞ്ഞു. വൈകിട്ട് ചായയും കുടിച്ചാണ് ഹരിയും അമ്മയും അവിടെ നിന്നും ഇറങ്ങിയത്. കാർത്തു പോകാൻ ഇറങ്ങിയതാണ്. ധ്രുവ് ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് അവനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്താ എൻ്റെ കൂട്ടുകാരിക്കൊരു മൂകത? പാറു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. കാർത്തു പാറുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ അവളെ ഇറുകെ പുണർന്നു.
അവളുടെ കണ്ണുനീർ തോളിൽ തട്ടിയതും പാറു അവളെ അകറ്റി മാറ്റി. എന്തേ കാർത്തു, എന്തിനാ നീ ഇങ്ങനെ കരയണേ? പാറുവിൻ്റെ കണ്ണുകളും നിറയുന്നുണ്ട്. ചേച്ചി, എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടാ എൻ്റെ പിറന്നാൾ ഇങ്ങനെ ആഘോഷിക്കുന്നത്. അമ്മയുള്ളപ്പോൾ പിറന്നാളിന് അമ്പലത്തിൽ പോകും. ഇങ്ങനെയുള്ള ഒരു ആഘോഷങ്ങളും അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. ചേച്ചിക്കറിയോ, എൻ്റെ വീട്ടിൽ വേണ്ടുവോളം സമ്പാദ്യമുണ്ട്. പക്ഷേ ആർക്കും സന്തോഷമില്ലായിരുന്നു. അച്ഛൻ വരച്ച വരയിൽ ജീവിക്കുന്ന 3 ആത്മാക്കളായിരുന്നു ഞങ്ങൾ. അച്ഛൻ അമ്മയോട് എന്ത് ചെയ്താലും ഒരു പരാതിയുമില്ലായിരുന്നു അമ്മക്ക്. എൻ്റെ അമ്മ, ഞാൻ കാരണം. അവൾ മുഖം പൊത്തി കരഞ്ഞുപോയി. വാ മോളെ, ഇവിടെ ഇരിക്കെ. എൻ്റെ മോള് കരയാതെ. ഇനി എൻ്റെ കുട്ടിക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല. ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം നല്ലതിന് എന്ന് കരുതൂ മോളെ, രജനി അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ധ്രുവ് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടോ ഏട്ടത്തി, നമ്മൾ നല്ലൊരു സർപ്രൈസ് കൊടുത്തപ്പോൾ ഫുൾ ശോകമായല്ലേ? ധ്രുവ് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. കാർത്തു മുഖം 2 കൈകൊണ്ടും നന്നായി തുടച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. കുറഞ്ഞ മാസങ്ങളിലെ പരിചയമുള്ളൂ എന്നെ. ഈ കുടുംബം ഇത്രയും അടുത്ത് ചേർത്ത് പിടിക്കുന്നതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഡോക്ടർ. ഹോ, ഇതിൻ്റെ ക്രെഡിറ്റ് നീ ഈ ഹിറ്റ്ലർക്കാണോ കൊടുത്തത്? ഞാനല്ലേ നിന്നെ ഇവിടെ കൊണ്ടുവന്നേ? പാറു കാർത്തുവിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടി പറഞ്ഞു. കാർത്തു കരച്ചിലിനിടയിൽ നന്നായൊന്നു ചിരിച്ചു. എൻ്റെ ചേച്ചിയാണ്, എൻ്റെ സ്വന്തം ചേച്ചി. അവൾ പാറുവിനെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. കണ്ടു നിന്ന ധ്രുവ് അറിയാതെ അവൻ്റെ കവിളിലൊന്ന് തലോടി ഒരു കള്ളച്ചിരിയോടെ കാർത്തുവിനെ നോക്കി. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. കാർത്തു OPയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് റസിയയെ സ്ട്രക്ചറിൽ കിടത്തി കൊണ്ടുവരുന്നതാണ്. കാർത്തു അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ പറ്റിയേ? അവൾ വെപ്രാളത്തോടെ ചോദിച്ചു. അള്ളോ ഡോക്ടറെ, എൻ്റെ മോളെ ആ ദുഷ്ടൻ അടിച്ചു തള്ളിയിട്ടു. എൻ്റെ റസിയ, അവൾ മിണ്ടുന്നില്ല ഡോക്ടറെ. ആ ഉമ്മ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ഡോക്ടർ ദീപ അങ്ങോട്ടേക്ക് വന്നു. വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റൂ, അവൾ നഴ്സുമാരോട് ആവശ്യപ്പെട്ടു. ദീപ രോഗിയെ പരിശോധിച്ച് പുറത്തേക്ക് വന്നു. കുഞ്ഞ് വയറ്റിൽ വെച്ച് തന്നെ മരിച്ചു. ഈ പേപ്പേഴ്സിൽ ഒപ്പിടൂ. കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കണം പെട്ടെന്ന്, അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ അപകടത്തിലാവും. കാർത്തു അവരെ കൊണ്ട് ഒപ്പിടിച്ചു വാങ്ങിച്ചു. ധ്രുവ് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു. സ്വന്തം റിസ്കിൽ കേസ് കൊടുത്തു. കാർത്തു റെസ്റ്റ് റൂമിൽ ഇരിക്കുകയാണ്. അവൾ ആകെ വല്ലാത്ത അവസ്ഥയിലാണ്. അവൾ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. ധ്രുവ് അവൾക്ക് ഓപ്പോസിറ്റായി വന്നിരുന്നു. അവൻ വന്നത് അറിഞ്ഞിട്ടും കാർത്തും ഒന്നുമിണ്ടാതെ തല താഴ്ത്തി ഇരിക്കുകയാണ്. കാർത്തിക, ധ്രുവ് അവളെ വിളിച്ചതും എന്താ ഡോക്ടർക്ക് പറയാനുള്ളത്? നമ്മുടെ ജോലി അവരെ ചികിത്സിക്കുക എന്നല്ലേ? അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് റസിയയുടെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അല്ലേ? അവൾ നിർവികാരത്തോടെ അവനോട് ചോദിച്ചു. അന്നും ഇന്നും തെറ്റ് ചെയ്തവൻ രക്ഷപ്പെട്ടു. ഓരോ ആളുകളും കല്യാണം എന്ന പേരും പറഞ്ഞ് പെൺമക്കളെ വാങ്ങുവല്ലേ അടിമകളെ പോലെ. അവൾ മൂഴിക്കാനായില്ല. ധ്രുവിനെ ഒന്ന് നോക്കി മാത്രം ചെയ്തു. ഇല്ല കാർത്തു, ഇപ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. അതിനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അവൾ ആശ്ചര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇന്ന് ഞാൻ അവനുമായി പോരാടും. ധ്രുവ് അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റുപോയി. കാർത്തിക് പാതിരാത്രി ഉറക്കം കിട്ടാതെ എഴുന്നേറ്റ് നടക്കുകയാണ്. അവൻ ഫോൺ എടുത്ത് വല്യമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. വല്യമ്മ, ഞാൻ കാർത്തിയാണ്. വല്യമ്മ ഫോൺ എടുത്തു. മറുതലക്കിൽ നിന്നും കാർത്തികിൻ്റെ ശബ്ദം കേട്ടു. എന്താ കാർത്തി, ഈ നേരത്ത് വിളിച്ചേ? വല്യമ്മ, എൻ്റെ കാർത്തു, എൻ്റെ മോൾ എവിടെയാണ്? ഓ, ഇത്ര മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണോ നിനക്ക് കുഞ്ഞു പെങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്? ഭാര്യയുടെ വാക്ക് കേട്ട് പാതിരാത്രി ഒരു പ്രായം തികഞ്ഞ പെണ്ണിനെ പെരുവഴിയിലേക്ക് ഇറക്കിവിട്ട് നീയൊക്കെ ഒരു സഹോദരനാണോടാ? വല്യമ്മ, എനിക്ക് എൻ്റെ മോളെ ഒരു പ്രാവശ്യം കണ്ടാൽ മതി. വല്യമ്മ, അവളുടെ നമ്പർ ഒന്ന് താ. വേണ്ട, നീ ചെയ്തിടത്തോളം മതി. ഇനി നീ അവളെ കാണണ്ട. ഈ ചെറുപ്രായത്തിൽ എൻ്റെ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇനി നീയും നിൻ്റെ ഭാര്യയും എൻ്റെ കുട്ടിയുടെ സമാധാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല. വല്യമ്മ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ധ്രുവ്, ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ധ്രുവിനോടായി രവി ചോദിച്ചു. ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ടച്ചാ. വർഷങ്ങൾക്ക് മുമ്പ് ഏട്ടൻ ബാധിച്ച ശ്രുതി കേസിന് സെയിമാണ് ഈ കുട്ടിയും. ഒരേ രീതിയിലല്ലെങ്കിലും മറ്റൊരു രീതിയിൽ. ഇന്ന് ഏട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. ധ്രുവ് പറഞ്ഞു നിർത്തി. അച്ഛാ, ചെറിയ പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ നിയമത്തിൻ്റെ വഴിയിൽ പോരാടാൻ തീരുമാനിച്ചു. അച്ഛൻ എൻ്റെ കൂടെ നിൽക്കില്ലേ? രവി അവൻ്റെ ഷോൾഡറിൽ കൈവച്ചു. ഞാൻ ഉണ്ടാകും ധ്രുവ്, നമുക്കൊന്നിച്ച് പോരാടാം. റസിയ എങ്ങനെയുണ്ട്? കാർത്തു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു.
എന്തിനാ ഡോക്ടർ എന്നെ രക്ഷിച്ചേ? എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാനും മരിച്ചാൽ മതിയായിരുന്നു. എനിക്ക് ജീവിക്കാനേ ആഗ്രഹമില്ല ഡോക്ടർ, അവൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഈ സമയത്താണ് രവിയും ധ്രുവും അങ്ങോട്ടേക്ക് വന്നത്. മോളെ, അങ്ങനെയൊന്നും പറയല്ലേ. രവി അവളുടെ അടുത്ത് വന്ന് തലയിൽ തലോടി. മോളെ ഉപദ്രവിച്ചവനെ വെറുതെ വിട്ട് സുഖിച്ച് ജീവിക്കാൻ അനുവദിക്കണമോ? അതിന് നമുക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം. മോൾക്ക് വേണ്ടി ഞാൻ വാദിക്കും. ഞാനാണ് അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്. മോൾക്ക് ഞാൻ നീതി വാങ്ങിത്തരും. ഇനി മോളെ ആരുടെ കയ്യിലും ഇട്ടുകൊടുക്കില്ല. ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ ഉണ്ടാകും. കാർത്തു ധ്രുവിനെ ഒന്ന് നോക്കി. രവിയുടെ ഇടപെടൽ കൊണ്ട് റസിയയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവളുടെ അമ്മായിയമ്മ സ്വന്തം മകന് എതിരായി മൊഴി നൽകി. കാർത്തു ഈ വിവരം വളരെ സന്തോഷത്തോടെ റസിയയെ അറിയിച്ചു. അവളൊരു ദീർഘനിശ്വാസം വിട്ടു. എന്നല്ലാതെ ഒരു മറുപടിയും പറഞ്ഞില്ല. കാർത്തിക് വല്യമ്മയുടെ വീട്ടിൽ വന്നതാണ്. ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് വല്യമ്മ കാർത്തുവിൻ്റെ ഹോസ്പിറ്റൽ അഡ്രസ്സ് കൊടുത്തത്. ഹരി ഇപ്പോൾ പാറുവിൻ്റെ പിന്നാലെയാണ്. ഇച്ചൂട്ടനെ കണ്ടതിനു ശേഷം അവനെ സ്വന്തമായി കിട്ടണം. അതിനുള്ള ഏക മാർഗം പാറുവാണ്. അതുകൊണ്ട് തന്നെ പാറുവിനെ തൻ്റെ ജീവിതത്തിൽ കൂട്ടാൻ അവൻ കഴിവിന് പരമാവധിയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പാറു ഒരു പരിധി വിട്ട് ഹരിയെ അടുപ്പിക്കുന്നുമില്ല. അവസാനം ഹരി പാറുവിനോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു. ഡോക്ടർ പാർവതി, എനിക്ക് പാർവതിയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുണ്ട്. ഹരി പാറുവിൻ്റെ ക്യാബിനിലേക്ക് വന്ന് പറഞ്ഞു. ഹരി ഡോക്ടർ ഇരിക്കൂ, അവൾ ചെയർ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു.